So next talk Rishi Krishnan again. The talk is called Dial Deck, and his bio is like he's a student maker designer, and he likes to tinker on things. And this product is also a tinkering on an old BSNL landline phone, which he used to use. And we have a demo right here. It's an old BSNL landline phone, and he used that to do. ഇതിപ്പോ ആരും ഉപയോഗിക്കില്ലെന്ന് തോന്നുന്നു. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് ഓഫീസിൽ മാത്രം ഉണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് he used that for another purpose, basically tinkering on this device. അതാണ് ടോക്ക് എന്നുള്ളത്. So I invite Rishi for doing this talk. Thank you. Hello guys. So basically ഞാൻ ഇപ്പൊ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നെ അറ്റാക്ക് ചെയ്യരുത്. ആദ്യം ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു. അതാണ് ബേസിക്കലി പെട്രോളുണ്ട് ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഫിഗ്മ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ വിൻഡോസ്. സോ അതിനെ കൊണ്ട് ഞാൻ ഇതാക്കുന്നത്. സോ ബേസിക്കലി ഫിഗ്മ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. നമ്മളവിടെ എത്തും. ഓക്കെ. സോ ബേസിക്കലി വാട്ട് ഈസ് ഡയൽ ഡെക്ക്? സോ ഡയൽ ഡെക്ക് ലൈക് സ്ട്രീം ഡെക്സ് ഇല്ലേ, നമ്മളിപ്പോ OBSലൊക്കെ സ്ട്രീം ചെയ്യുമ്പോൾ OBS ഉണ്ട്, OBSലൊക്കെ സ്ട്രീം ഡെക്സ് ഇല്ലേ. സോ സ്ട്രീം ഡെക്സ് ഓക്കെ, സ്ട്രീം ഡെക്ക് വരുന്നതിന് മുന്നേ ഈ ഡയൽ ഡെക്കിലേക്ക് എന്താ പറയാ, എന്തുകൊണ്ടാണ് ഞാൻ ഡയൽ ഡെക്കിൽ ഉണ്ടാക്കാൻ കാരണം, ഞാൻ ലൈക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻ ചെയ്യും. അപ്പൊ ഞാൻ ഫിഗ്മ ഉപയോഗിക്കും. ഒരു ദിവസം ഫിഗ്മന്റെ മറ്റേ ഇതുണ്ടാവില്ല ലോഞ്ച് സെഷൻ അങ്ങനെയാണ്. അപ്പം ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഈ ഇത് ഗുണം എന്ന് പറഞ്ഞാൽ ഫിഗ്മ ഉപയോഗിക്കും ബേസിക്കലി മാക്രോ കീസ്. സോ ഞാനിപ്പോ കോപ്പി പേസ്റ്റ് വീഡിയോ അപ്പൊ ഞാൻ കണ്ടോ ഓ മൈ ഗോഡ് ഭയങ്കര അമേസിങ്. അപ്പൊ കറക്റ്റ് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പാണ് നമ്മുടെ വീട്ടിൽ ക്ലീൻ അപ്പ്. അപ്പൊ അമ്മയും അച്ഛനും എല്ലാവരും ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക. അപ്പൊ അച്ഛന് എന്ത് ചെയ്ത് ഏതോ ഒരു മൂലന്ന് ഈ ഒരു സംഭവം കിട്ടി. അപ്പൊ ഇങ്ങനത്തെ എന്താ പറയാ ആരോഗ്യകഥ ചപ്പച്ചാറ് കിട്ടി ഞാൻ യൂഷ്വലി എന്നെ വിളിക്കും. സോ ഇതിനെന്നെ പറയും ഓക്കെ സോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിനക്ക് ആവശ്യമുണ്ടോ ചോദിക്കും. അതായത് എന്താ പറയാ ഡസ്റ്റ്ബിന്നും അവരുടെ കയ്യിന്റെ ഇടേന്റെ മുന്നിൽ ഞാൻ അതിന്റെ ഇടയിൽ അതാണ് എനിക്ക് തന്നില്ല. പിന്നെ അടുത്ത ഡസ്റ്റ്ബിൻ. സോ അപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനെ കണ്ടപ്പോ ഓക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്, റൈറ്റ്. അപ്പൊ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഞാൻ അതിനെ പിടിച്ച് എന്ത് ചെയ്ത് ഒരു ഡയലിലേക്ക് ആക്കാൻ വിചാരിച്ചെടുത്തു. അപ്പൊ ഞാൻ അതിനെ കൊണ്ട് ഇങ്ങനെ ടിങ്കർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ഞാൻ എന്താ ചിന്തിക്കുക, എന്റെ എന്തുണ്ട് BSNL ലാൻഡ്ലൈൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ മൈക്രോ കൺട്രോളർ വേണം, ഏറ്റവും ചെറുത് അർഡിനോ നാനോ എടുക്കുന്നു, എന്നിട്ട് ബുദ്ധിയുള്ള BSNL കിട്ടുന്നു. സോ ബേസിക്കലി ഡയലിലേക്ക് കിട്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. HID ഡിവൈസ് ആക്കിയിട്ട് നമുക്ക് അർഡിനോ നാനോ കിട്ടൂല. സോ ഞാന് കുറെ വെച്ച് ടിങ്കർ ചെയ്തു. സോ ടിങ്കർ ചെയ്ത് എനിക്ക് ഒരിക്കലും അർഡിനോ നാനോ HID ഡിവൈസ് ആയിട്ട് കിട്ടുന്നില്ല. സംഭവം വേണമെങ്കിൽ എനിക്ക് ബിൽഡ് ചെയ്യാം, ലൈക്ക് ഒരു സീരിയൽ ഔട്ട്പുട്ട് കൊടുത്ത് അതിനെ ത്രൂ സോഫ്റ്റ്വെയർ ലൈക്ക് എന്തെങ്കിലുമൊക്കെ UI ഒക്കെ ഉണ്ടാക്കി ഇതാക്കാം. പക്ഷെ അത് എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം ബാക്ക്ഗ്രൗണ്ട്. അതിപ്പോ എല്ലാ ഡിവൈസും കമ്പാറ്റബിൾ ആയിരിക്കില്ല. സോ അതിനെ കൊണ്ട് നമ്മൾ ചെറിയൊരു ചേഞ്ചസ് വരുത്തി. നമ്മളവിടെ ESP32 വെച്ചു. യെസ്, കുറച്ച് ഫണ്ട് കൂടുതലാണെങ്കിലും നമുക്ക് ഇപ്പൊ എന്തൊക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്. അത് ഉപയോഗിച്ചില്ല എനിവേ. വൈഫൈ ഉണ്ട്, പ്ലസ് അതിനുള്ള HID ഡിവൈസായി ഇതാക്കാൻ പറ്റും. അപ്പൊ പിന്നെ ലൈഫ് ഈസിയറായി. അപ്പൊ ഞാന് ശരിക്കും ഇത് ESP32 ഒക്കെ സെറ്റാക്കി. ESP32 സെറ്റാക്കിയപ്പം എന്തായി, സെർച്ച് ചെയ്ത് HID ലൈബ്രറി സെർച്ച് ചെയ്ത്. അപ്പൊ എനിക്കൊരു അടിപൊളി HID ലൈബ്രറി പ്രശ്നമില്ല, വയേർഡ് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കാം. അപ്പൊ ഞാനത് ഇപ്പൊ ചെയ്ത് നേരെ വെറുതെ എടുത്ത് റൺ ചെയ്ത് നോക്കിയപ്പോ ഫുൾ ബിൽഡ് ഫ്രീ, അടിപൊളി. എന്നിട്ട് അതിന്റെ മുന്നത്തെ വെർഷൻ അതും ഫ്രീ. അപ്പം മനസ്സിലായി ഇതിനെ കൊണ്ട് റൺ ചെയ്താൽ നടക്കൂല. അപ്പൊ ഞാൻ വെറുതെ ഓക്കെ. അപ്പൊ അതിന്റെ ഇഷ്യൂസ് എടുത്തോളൂ, 200 സംതിങ് ഇഷ്യൂസ്. അതില് അപ്പൊ ഒന്ന് തോന്നി, അതാണ് അവസാനത്തെ ഒരു 2 വർഷം മുന്നേറ്റാണ് അവസാനം ഒരു അപ്ഡേറ്റ്. അപ്പൊ ഒന്ന് തോന്നി ഞാൻ പെട്ടു. അപ്പൊ അങ്ങനെ പോയി ഒരു 12-15ാമത്തെ ഇഷ്യൂല് വെറുതെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു അടിപൊളി ആളെ കണ്ടു. മാനുവൽ BI ഈ മൊബൈൽ പണ്ടപ്പോൾ GitHubൽ ഒരു പ്രൊണൗൺസിയേഷൻ ജിസ്റ്റ് ഉണ്ടായിരുന്നു. ESP32 ബ്ലൂടൂത്ത് കീബോർഡ്. അതൊരു അടിപൊളി സാധനം. അത് പറഞ്ഞാൽ അടിപൊളി സപ്പോർട്ട് ഇല്ല. അവർ ബേസിക്കലി ഒരു റാൻഡം സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് HID ഡിവൈസ് കിട്ടും. അത് ശരിക്കും റിയലി അടിപൊളിയായിരിക്കും. അപ്പൊ മൂപ്പറിന്റെ ഇതും ChatGPTയും ക്ലോഡേയും എന്താ പറയാ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തുണ്ടാക്കി, നമ്മളെ BSNL ഇതുണ്ടാക്കി. സോ ബേസിക്കലി ഇതെന്താ പറഞ്ഞാൽ മാക്രോ കീസ് തന്നെ. നമ്മളിപ്പോ റാൻഡംലി ഇപ്പോ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലെങ്കിലൊക്കെ മാപ്പ് ആവും.
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ കാണിച്ചുതരാം. ഞാനിപ്പോ ഇത് വയറ് കുത്തുന്നത് പവറിന് വേണ്ടിയിട്ടാണ്, തെറ്റിദ്ധരിക്കരുത്. ബ്ലൂടൂത്ത് കാണിച്ചുതരാം. പിന്നെ ഫുൾ അപ്ഡേറ്റ് കുറച്ചതല്ല, എന്നിട്ട് അതിന്റെ ലാൻഡ് ലൈനിന്റെ ഒരു ഓട്ടം ഉണ്ടാവില്ല. അപ്പൊ ഇനി നമ്മളിത് കുത്തും. അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ മറ്റേ ഇനി നമ്മൾ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ പവർ ഓവർ ലാൻഡ് ലൈൻ. സോ ബേസിക്കലി ഡയൽ കണക്റ്റഡ്. അതാണ് ഇപ്പൊ ബ്ലൂടൂത്ത് ആണ്. സോ ഇനി ഞാൻ ടെക്സ്റ്റ് ഫയൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇതിപ്പോ ഇത് എന്തിന്റെയോ മറ്റേ ലൈബ്രറി ബോർഡ് സെറ്റ് ആക്കാൻ വേണ്ടി കോപ്പി ചെയ്ത. സോ ബേസിക്കലി ഇപ്പൊ എന്റെ വിശ്വാസം ഫസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും കേട്ടോ. സെക്കൻഡ് കോപ്പി ആവും, തേർഡ് പേസ്റ്റ്. ഇത് അണ്ടു, അതായത് ഇതിന്റെ മുന്നേ ചെയ്ത സാധനം റീഡു. ബേസിക്കലി കസ്റ്റമൈസ് ചെയ്യാം. സോ ഇനി അടുത്ത് സോ ബേസിക്കലി ഇത് നമുക്ക് എത്രയും കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്ന് വിചാരിച്ച് എന്തായാലും ഇത്ര ചെയ്തില്ലേ, അപ്പൊ ഇതിനൊരു UI ഉണ്ടാക്കാം. അപ്പൊ UI ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് സാധനം ആലോചിച്ചത്, റസ്റ്റും പൈത്തണും. അതാണ്. അപ്പൊ ആദ്യം റെസ്റ്റിലേക്ക് തുടങ്ങി. സംഭവം റെസ്റ്റിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ബേസിക്കലി ഞാൻ മറ്റേ STD 4 കുത്ത് സംഭവം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ അറിയുന്ന വിവരം വെച്ച് ഞാൻ റെസ്റ്റ് തുടങ്ങി. അപ്പൊ റെസ്റ്റിൽ കുറച്ചെന്താ ഞാൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്യാൻ പറ്റും ടാസ്കാ. അപ്പൊ അങ്ങനെ റെസ്റ്റില് നല്ല ടാസ്ക്, റെസ്റ്റിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ മെല്ലെ തിരിച്ച് പൈത്തണിലേക്ക് വന്നു. ഇപ്പം മറ്റേ ക്യൂട്ടി ഒക്കെ ഉള്ളതിനെ കൊണ്ട് ഇനി പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് പരിചയമുള്ളതിനെ കൊണ്ട് നമ്മൾ പൈത്തൺ ക്യൂട്ടി വെച്ച് ചെയ്ത്. അപ്പൊ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഞാൻ ആക്ച്വലി ചാറ്റ് ജിപിടിനോട് ചോദിച്ചു ചാറ്റ് ജിപിടിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്താ സംഭവിക്കുന്നത്. അപ്പം അത് ഒരു അവിടെ കിടക്കുക. പിന്നെ ഞാൻ ആ കാണിച്ചുതരാം. ഇത് വന്നൊരു ഭീകര സാധനം വന്നിട്ടുണ്ട്. അത്യാവശ്യം വർക്കിംഗ് ഞാൻ കാണിച്ചുതരാം. ഞാൻ കുറെ പ്രാവശ്യം കാണിച്ചുതരാൻ പറയുന്നു. അപ്പോ കോം പോർട്ടലാണല്ലോ അതങ്ങനെ അങ്ങനെ വരില്ലേ? സീരിയൽ പോർട്ട് 8 വരേണ്ടത് അതന്നെ. Can we blame Windows for this? It's always Windows. അതാണ്. എനിക്ക് ശരിക്കും കോമട്ടാണ് കാണിക്കുന്നത്, കോമട്ട് കാണിക്കില്ല. ബേസിക്കലി ഇതിപ്പോ ഭീകര സാധനം, അത്ര സാധനം ഒന്നും വേണ്ടതിരിക്കും. അപ്പൊ കീ വെറുതെ കാണിക്കുന്നതിന്റെ ഒരു കൺട്രോൾ ഷിഫ്റ്റ് ആർട്ടിലേക്ക് വെറുതെ മാപ്പ് ചെയ്യാനായിരുന്നു. അതിന്റെ താഴെ സോ അതാണ് ബേസിക്കലി സ്ട്രീം ഡെക്ക്. ഇതിന്റെ ഇടയിൽ ഞാൻ കണ്ടുപിടിച്ച വേറൊരു പുതിയ സാധനമുണ്ട്. നമുക്കില്ലേ അർഡീനോ പ്രോഗ്രാമിൽ നമുക്ക് അർഡീനോ ID ഇല്ലാണ്ട് അർഡീനോ CLA സംഭവം CLA എന്നൊരു സംഭവം ഉണ്ട്. ഞാനത് ഇപ്പൊ അടുത്ത കണ്ടുപിടിച്ചത്. അത് ആക്ച്വലി വെരി കൂളാണ്. അപ്പൊ എന്റെ ഐഡിയ എന്താ പറയുക, ഈ സംഭവം ഇനി ഫസ്റ്റ് വന്ന ഐഡിയ പറഞ്ഞാല് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അർഡീൻ മറ്റേ പൈത്തണില് സിസ്റ്റം പ്രോട്ടോസ് മറ്റേ സാധനം വെച്ചിട്ട് ഈ അർഡീനോ CLA വിളിച്ച് പിന്നെയും റൈറ്റ് ചെയ്യണം. പക്ഷെ പിന്നെ കുറച്ച് ഡമ്പാന്ന് ഞാൻ നല്ല ഉറങ്ങാൻ നമുക്ക് തോന്നി. അപ്പൊ അതിനെക്കാട്ടും നല്ലൊരു ലൈക് അപ്രോച്ചബിൾ സാധനം ഞാൻ ചെയ്തില്ല. ബട്ട് അതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നിയത് പിന്നെ സീരിയൽ സാധനമില്ലേ, നിങ്ങൾ സീരിയൽ ഡാറ്റ വെച്ചിട്ട് എന്തൊരു സംഭവം സപ്രോസർ സംതിങ് ആ സാധനത്തിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇതിന്റെ സീരിയൽ ഡാറ്റ മാത്രം സേവ് ചെയ്തേക്കാം. സോ റാദർ ദാൻ അപ്ഡേറ്റിംഗ് ദ ഹോൾ കോഡ് ആ ഡാറ്റ മാത്രം മാറ്റിയാൽ മതി. അതായിരുന്നു കുറച്ചും കൂടി നല്ല അപ്രോച്ച്. പക്ഷെ എനിവേ അർഡീനോ CLA ഞാൻ പഠിച്ചു. അപ്പൊ അർഡീനോ CLA ഭയങ്കര അടിപൊളി. സോ ലൈക്ക് അർഡീനോ CLA ജസ്റ്റ് റാൻഡം കോഡ് സാധനം തന്നതാണ്. സോ ഇനീഷ്യലൈസ് ചെയ്യുക. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ESPക്ക് എക്സ്ട്രാ ബോർഡ്സും സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പം ആ സംഭവങ്ങളൊക്കെ അവർക്കൊരു ഇനിറ്റ് ഫയൽ എന്ന സാധനം ക്രിയേറ്റ് ഇത് ഇതില്ല YAML ഫയൽ ഇല്ലേ, ഇതിലേക്ക് നമ്മളെ മറ്റേ
ആർഡിനോയിൽ നമ്മൾ ബോർഡ്സ് ലൈക്ക് ആ URL കൊടുക്കുന്നത് ആ YAML ഫയലിൽ സാധാരണ കൊടുക്കുക. ദെൻ അതിന്റെ ഒരു നമുക്ക് ഏത് ഫോൾഡറിലാണ് സ്കെച്ച് വേണ്ടത് അതിന്റെ ഫോൾഡർ നെയിം കൊടുക്കുക. ദെൻ അതിനെ കമ്പൈൽ ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് കമ്പൈൽ ചെയ്ത് ലൈക്ക് ആർഡിനോ CLI പിന്നെ കോം പോർട്ട് കൊടുക്കുക. പിന്നെ ആ വലിയ ESP എന്ന് കാണുന്ന സാധനം അത് ഓൾറെഡി ഒരു ഡോക്യുമെന്റിൽ ESP അങ്ങനെ അങ്ങനെ. സോ ഇതാണ് അത് നേരത്തെ കാണിച്ച UI. സോ ഇതാണ് ബേസിക്കലി സ്ട്രീം ഡെക്ക്. ഇനി ഇതിന് ഫിഗ്മ കൺഫിഗറേഷൻ ഉണ്ട്. സോ ലൈക്ക് ഇതിന് മൾട്ടിപ്പിൾ കൺഫിഗറേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതുപോലെ ഷോർട്ട് കട്ട്സിന് മാത്രമാണ് ലൈക്ക് ഫിഗ്മക്ക് അതർ കൺഫിഗറേഷൻസ് ഉണ്ട്. സോ അതാണ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ആഗ്രഹമുള്ള ഒരു സാധനമാണ്. ബാറ്ററി ഓടുന്ന വേർഷൻ ഉണ്ടാവും. ഫുൾ യൂട്ടിലൈസേഷൻ ആണ്. മറ്റേ ഇയർ പീസും കൂടി വെക്കാൻ നോക്കി പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഇതിപ്പം മറ്റേ സംഭവം ചില വേർഷൻസിൽ ബിൽഡിൻ ബാറ്ററി മാനേജ്മെന്റ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ആക്ച്വലി ബാറ്ററി ഡാറ്റ സംഭവം നമുക്ക് ബ്ലൂടൂത്ത് സൗണ്ടിൽ കാണാം. വൈഫൈ യൂസ് ചെയ്ത് സഞ്ചരിക്കുന്ന വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു കീബോർഡ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ആവും. റാദർ ദാൻ ഒരു സീരിയൽ ഡിവൈസ് ഒരു കീബോർഡ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ആവും. സോ ഗൈസ്, സോ അതാണ് ഈ ക്വസ്റ്റ്യൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെമോ നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത് സീരിയൽ പോർട്ട് USB ആണോ അതോ ബ്ലൂടൂത്ത് തന്നെയാണോ? അത് USB കണക്ട് ചെയ്യണം. ഓവർ ബ്ലൂടൂത്ത് മറ്റേ ലൈക് ത്രൂ സീരിയൽ ആണ് ഓവർ ദ ബ്ലൂടൂത്ത് നടക്കും. പക്ഷെ അല്ലെങ്കിൽ ഓവർ ദ ബ്ലൂടൂത്ത് നടക്കാൻ കുറച്ച് ടഫ് ആണ് ഒരു വിശ്വാസം. ഒരു സംശയം, OTA പറ്റും. ഇത് ഇപ്പൊ ലാൻഡ് ഫോണിന്റെ മേലെ ബട്ടൺസ് ഉണ്ട്, താഴെ ഒരു സാധാരണ ലാൻഡ് ഫോൺ ഓൺ ആയിട്ടുള്ള ചിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടോ? അതിന്റെ അകത്തുണ്ട് ഇപ്പോഴും. അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനെ യൂസ് ചെയ്ത് അത് അതില് മെയിൻ പാർട്ട്. അത് മെയിൻ കോർ പാർട്ടാണ്. ഒരു സെയിം പേഴ്സൺ, ഓക്കെ, ഒരു സെയിം പേഴ്സൺ ഇതിപ്പം എന്താണ്, ഇതിപ്പം ഫസ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2,2 അല്ലേ? പക്ഷെ BSNL ഇത് ഉണ്ടാക്കിയ സീൻ അല്ലായിരുന്നു. ഇത് ഫോർത്ത് റോ ഫോർ സം റീസൺ. അതങ്ങനെ ഔട്ട്റോ കൊണ്ട് ബട്ടൺ മാപ്പിംഗ് ആണ്. ഞാനെല്ലാം ഇനീഷ്യലി ഞാൻ അങ്ങനെ ഗസ് ലൈക് ഫസ്റ്റ് റോ അങ്ങനെ ഇതാക്കി ഞാൻ ബിൽഡ് ചെയ്തപ്പോ ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഞാനിതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാപ്പ് ചെയ്യാൻ കഷ്ടപ്പെട്ടു. എല്ലാം കാണിച്ചോ? ഇതല്ല how do you even figure out where to connect it exactly? അതപ്പോ കാണിക്കാൻ പോകുന്നത്. ഇത് പാൻഡിങ് പ്രോഡക്റ്റ് ആണോ? കുറച്ച് മാസങ്ങൾക്ക് മുന്നുള്ള പ്രോഡക്റ്റ്. ഈ ഒരു സംഭവമാണോ? ഇതാണ് ഇതിങ്ങനെ ഇങ്ങനെ വളർന്നു പോകും. അതായത് സർക്യൂട്ട് ക്ലോസ് ആയി ഇത് ഇത്രയും ബിൽഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇങ്ങനെ അതിനിടയ്ക്കുള്ള ഓട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്ക് എന്തിനൊക്കെയോ ഒരു ഓട്ടം ഉണ്ടാക്കി വെച്ചിട്ട് എന്തായാലും അത്യാവശ്യം മെസ്സപ്പ് മാപ്പിംഗ് എന്നാലും കഷ്ടപ്പെട്ട് മാപ്പ് ചെയ്തു. ആക്ച്വലി അപ്പൊ ഓരോ ലൈൻ പോയി കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യോമീറ്റർ പൊട്ടൻഷ്യോമീറ്റർ എന്റെ പൊട്ടൻഷ്യോമീറ്റർ വലിയ മൾട്ടിമീറ്റർ ത്രൂലേക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. പക്ഷെ എന്റെ മൾട്ടിമീറ്റർ അത്ര അടിപൊളിയല്ല. അപ്പൊ മൂപ്പർക്ക് ക്ലോസ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് അടുത്ത് മാറിപ്പോ. മൾട്ടിമീറ്റർ ഹാഡ് വൺ ജോബ്. ഇത്
രണ്ടും പറയുകയാണെങ്കിൽ ന്യൂസ് അതിനടുത്ത ഫോട്ടോ ആക്ച്വലി ഞാൻ ഇങ്ങനെ പോകേണ്ടി എടുത്തതാ. നല്ല ചോദ്യം. പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അടുത്തേക്ക് ബിൽഡ് ചെയ്യാൻ ഒരുപാട് എങ്ങനെ എന്റെ ഇത് ഇല്ലില്ല. ബിൽഡ് ചെയ്യുന്ന പറയാൻ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ESP സംഭവം കഴിഞ്ഞ ആഴ്ചയായിരുന്നു തരില്ലെന്നത്. അതായത് കാരണം ESP എന്റെ അടുത്തുള്ള എന്റെ വലിയ അടിപൊളിയില്ല. അപ്പൊ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, ഫ്രണ്ടിന്റെ അടുത്ത് ഉണ്ട് അപ്പൊ പിന്നെ അതിനെ കൊണ്ട് വലിയ അങ്ങനെ ഒരാഴ്ച കൊണ്ട് വലിയ ആ ബട്ടൺ സെറ്റ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് അയ്യോ ആക്ച്വലി ഇതില് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത പാർട്ട് എന്തായിരുന്നു ചെയ്യാനായിട്ട്? ടൈം ആ പാർട്ടിയുടെ തന്നെയായിരുന്നോ? അതന്നെ. കാരണം ബാക്കി നമ്മൾ ഫിഗർ ഔട്ട് കാരണം ESP പിന്നെ മറ്റേ സാധനം ബ്ലൂടൂത്ത് അത് സംഭവം അത് ഞങ്ങളല്ല ലൈക്ക് ആ ലൈബ്രറി ദരിദ്രവാസി ലൈബ്രറി വർക്ക് ചെയ്യുന്നില്ല. അല്ല അത് HID സപ്പോർട്ട് എല്ലാ ESPക്കും ഇല്ല. ഓ ESP32 എല്ലാ ബോർഡ്സിനും HID സപ്പോർട്ട് ഉണ്ടാവില്ല. UART ഉണ്ടാവും HID ഉണ്ടാവില്ല. അതിന് ചില സ്പെസിഫിക് വേർഷൻസ് മാത്രം. ഓക്കെ HID സപ്പോർട്ട് Dev1 V1 ഇല്ല. അല്ല USB ബ്ലൂടൂത്ത് വഴി ഇനി ഫ്യൂച്ചർ എന്താ പ്ലാൻ? ഇതിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടോ ഇനി അടുത്ത എന്തെങ്കിലും ചെയ്യാൻ? സാനിറ്റുള്ള പേഴ്സണാണ് പെട്ടെന്ന്. അല്ല ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഈ UI സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്ട് പിന്നെ മറ്റേ ലൈക്ക് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് മാറണമോ അങ്ങനെ ചെയ്യാണ്ട് ഫോർ ഇംപ്രൂവ്മെന്റ്സ് കുറെ സാധനം ചെയ്യാനുണ്ട്. General question. How do you even start with this? Like, keypad ഉണ്ട്, plus wires and stuff. പിന്നെ power കൊടുക്കണം, and the button has to register. And already അതിനൊരു logic ഉണ്ടല്ലോ. ഈ വയർ പോയി കഴിഞ്ഞാൽ ബട്ടൺ മറ്റേ ഇങ്ങനെ ഉണ്ടാവണം. അപ്പൊ എങ്ങനെ ഇത് ESP ആയിട്ട് കണക്ഷൻ നടത്തണം? സോ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ആ കീബോർഡ് അല്ലാണ്ട് ബാക്കിയൊക്കെ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് അപ്പൊ ആ കീബോർഡ് മാത്രമേ നമ്മൾ കയ്യിലുള്ളൂ. ദെൻ ലൈക് സ്വിച്ചസ് ലൈക് ഫുൾ അപ്പ് സ്വിച്ചസ് തന്നെ. അപ്പം നമ്മള് സോ എല്ലാ കോളത്തിലും നമ്മള് ഹൈ കൊടുക്കുക. എന്നിട്ട് എല്ലാ റോസും ലൈക് റോസ് കോളം തന്നെ ബേസിക് ഐഡിയ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സപ്പ് ചെയ്തേ ഉള്ളൂ. അപ്പം എല്ലാ റോസിലും ഹൈ കൊടുക്കുക. എന്നിട്ട് ഓരോരോ ലൈക് റോഡ് റേറ്റ്. അപ്പം ഫുള്ളപ്പ് കൊടുക്കുമ്പോൾ എല്ലാം ജനറലി ഹൈ ആയിരിക്കും. അപ്പൊ ഒന്ന് ഞെക്കുമ്പോൾ അത് ലോ ആയിരിക്കും. അപ്പം ലൂപ്പില് നമ്മൾ എന്ത് ചെയ്യാം, ഏതാണ് ലോ വരുന്നത് ഇങ്ങനെ തട്ടിപ്പോയാൽ മതി. അപ്പം പ്രോഗ്രാം കാണിച്ചു തരാൻ കുറച്ചും കൂടി ലോ ചെയ്യും. കണ്ടോ? സോ സോ ബേസിക്കലി നമ്മള് ആ റോയില് നമ്മൾ R1 മാത്രം ലോ സെറ്റ് ചെയ്യും. ഇതിൽ ഏതിനാണോ വരുന്നത് അത് മാത്രം ഉണ്ടാവും. അങ്ങനെ അവസരം സംഭവം ബേസിക്കലി ഇതിനെക്കാട്ട് അടിപൊളി ഫോൾഡ് ഒക്കെ ചെയ്താട്ടോ. ഞാൻ പിന്നെ എന്റെ ഒരു സ്കിൽ അത്ര അടിപൊളി ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ ചെയ്തല്ലേ ഫോർവേഡ് ചെയ്ത പ്രശ്നമില്ല. ഷിപ്പ് ഫാസ്റ്റ് എക്സാക്ട്ലി യാ എക്സാക്ട്ലി ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചത്താലും തീരാത്തൊരു സാധനമാണ്. സോ ബേസിക്കലി അതാണ് പ്രോജക്ട്. പിന്നെ എല്ലാവരും കോവിഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ കോവിഡിന്റെ ടൈമിൽ ഞാൻ വേറൊരു പ്രോജക്ട് അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തേക്കാൻ വിചാരിച്ചു. സോ കോവിഡിൽ ഞാന് +1 ഓക്കെ ഞാൻ +1 അതാണ് +1. അപ്പൊ +1 പഠിക്കുമ്പോ നമുക്കില്ല ഈ ഓൺലൈൻ ക്ലാസ് ഈ വാട്സാപ്പ് ടീച്ചർമാർ സോറി ടീച്ചർമാര് ലൈക് വാട്സാപ്പിലാണ് ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഈ ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നല്ല ടാസ്ക്. അപ്പൊ ഒരാഴ്ച മുന്നേ ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യും, ഇതിന് ക്ലാസ് കയറാൻ പറയും. ഒരാഴ്ച മുന്നത്തെ ക്ലാസ് ഒക്കെ എടുക്കും, മേലെ പോയി തപ്പി ചാറ്റൊക്കെ മേലെ പോയി എല്ലാവരും ചോദ്യമൊക്കെ പറഞ്ഞ് ടാസ്കാ. അപ്പൊ ആ ടൈമിൽ ഞാനൊരു അപ്പാണ് ഈ ഫ്ലപ്പറിനെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ടോ. അപ്പൊ ഫ്ലപ്പർ അത്ര അങ്ങ് പടർന്നു വരാത്തൊരു കാലമായിരുന്നു. ആ പടർന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര പടർന്നില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു ലേണിംഗ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു സംഭവം സ്റ്റെപ്പ് എന്ന് പറഞ്ഞു സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം. അപ്പൊ സ്റ്റെപ്പ് സോ ബേസിക്കലി അത് പറഞ്ഞാല് നമുക്ക് ഈ ക്ലാസ് ഗൂഗിൾ മീറ്റ് തന്നെ പക്ഷെ കുറച്ചും കൂടി വൃത്തിക്ക് ഓർഗനൈസ്ഡ് ആയി കാണാം. ലൈക് ടീച്ചേഴ്സിന് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ ലൈക്ക് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ നടത്താൻ പറ്റും. ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോഴും ബ്രാഞ്ച് മെർജ് ഓക്കെ. സോ ബേസിക്കലി ടെസ്റ്റ് സംഭവങ്ങളൊക്കെ നടത്താൻ പറ്റും. അത്യാവശ്യം കൂൾ സാധനം നമ്മളെ സ്കൂളിൽ കുറച്ചാലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി. That's me guys. Thank you. സ്കൂളിൽ ഓടിക്കാനുള്ള കൺവിൻസ് ചെയ്തതിൽ ടീച്ചർമാരെ കൺവിൻസ് ചെയ്യൽ ഏറ്റവും വലിയ പാർട്ട്. അതെ സർപ്രൈസ് Thank you, Rishi.